സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി BJP ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ വി മുരളീധരനാണ്. UP-യിലെയും ഉത്തരാഖണ്ഡിലെയും BJPയുടെ തിളക്കമാർന്ന വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് കൗമുദി ടിവിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ വി മുരളീധരൻ. UP-യിലും ഉത്തരാഖണ്ഡിലും BJP തിളക്കമാർന്ന വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അല്ല, അത് ദേശീയ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. UP-യും ഉത്തരാഖണ്ഡും വിജയിച്ചു എന്നുള്ളതിനേക്കാൾ ഞാൻ കാണുന്ന പ്രാധാന്യം ആ രണ്ട് സംസ്ഥാനങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാണ് മണിപ്പൂരിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു സാഹചര്യം. അപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ എന്നും ഭാരതീയ ജനതാ പാർട്ടിക്കൊരു ബാലികേറ മലയായിരുന്നു. ആ ഒരു കടമ്പ കടന്നു കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ ഇതിനു മുമ്പ് മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉത്തരാഖണ്ഡിൽ മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കൈവരിച്ച വിജയം സ്വാഭാവികമായും ഒരു സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് എത്തുമെന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയായിട്ടാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ്സിനുണ്ടായിരുന്ന ഒരു പ്രൈം പൊസിഷൻ എന്ന് പറയുന്ന ഒരു പദവി, ആ പദവി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ഏതാണ്ട് ഒരു അസ്തമയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നാവുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. പക്ഷേ അങ്ങനെ പറയുമ്പോഴും 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ മണിപ്പൂരും ഗോവയും ചെറിയ സംസ്ഥാനങ്ങളാണെങ്കിൽ പോലും അതിൽ 3ഇടത്തും കോൺഗ്രസ്സാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ഇപ്പോൾ പഞ്ചാബിൽ അധികാരവും കിട്ടി. കോൺഗ്രസിൻ്റെ ആരോപണം മണിപ്പൂരിലും ഗോവയിലും BJP കുതിരക്കച്ചവടം നടത്തി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മോഷ്ടിച്ചു എന്നാണ് അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഒന്ന്, കോൺഗ്രസ്സിന് ആരോപണം ഉന്നയിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ള അവസ്ഥ തന്നെ കാണിക്കുന്നത് അവരുടെ കഴിവില്ലായ്മയാണ്. കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുകയാണല്ലോ, ഗോവയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് ഭൂരിപക്ഷത്തിന് 4 പേരെ എക്സ്ട്രാ വേണ്ടുള്ളൂ. ആ 4 പേരെ സംഘടിപ്പിക്കേണ്ട ചുമതല ആർക്കാണെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല. 4 പേര് പിന്തുണക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ ആരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്? സാധിച്ചില്ല. പിന്നെ ഈ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എക്കാലത്തും സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് പതിവെങ്കിൽ, കഴിഞ്ഞതിന് തൊട്ട് മുമ്പത്തെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കാണാവുന്ന ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് എത്തിയത് 32 സീറ്റ് BJP, 27 സീറ്റ് ആം ആദ്മി പാർട്ടി, 7 സീറ്റ് കോൺഗ്രസ്. സർക്കാർ ഉണ്ടാക്കിയത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്നിട്ടാണ്. പക്ഷേ ഗോവയിൽ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിക്ക് അവരാവശ്യപ്പെട്ടാൽ അവർക്ക് അവസരം കൊടുക്കണം. ഗോവയിലും മണിപ്പൂരിലും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല, ഗോവയിൽ BJPയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 6 മന്ത്രിമാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ശരിയാണ്. അത് ആ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തല്ലെന്ന് പറയാം. അല്ല, ആ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ്, മനോഹർ പരീക്കർക്കെതിരായിട്ടുള്ള വിധിയെഴുത്തല്ല. അതുകൊണ്ട് ഞങ്ങളവിടെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ജനപ്രീതിയുള്ള, ഇന്നത്തെ ഗോവയിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് കോൺഗ്രസ്സിലാണെങ്കിലും BJPയിലാണെങ്കിലും, കോൺഗ്രസ്സിലെ എല്ലാ മന്ത്രിമാരും ഇതിനു മുമ്പ് പുറത്തു പോയവരാ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് എന്നുള്ള നിലയിൽ മനോഹർ പരീക്കറെയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ളത്. തോറ്റാളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. BJPക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിട്ട് കാണുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ ആ സാഹചര്യത്തിൽ ജനങ്ങൾ അങ്ങനെ ഒരു വിധിയെഴുത്ത് നടത്തി. അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ രൂപീകരിക്കരുത് എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല. അവിടെ ലക്ഷ്മികാന്ത് പർസേക്കറുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനോട് അതൃപ്തി ഉണ്ടായിരുന്നു. ആ അതൃപ്തി ജനങ്ങൾ പ്രകടിപ്പിച്ചു. അതുപോലും ഒരു വ്യാപകമായിട്ടുള്ളൊരു അതൃപ്തിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഗോവയിലെ സർക്കാരിനെ കുറിച്ച് മനോഹർ പരീക്കർ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം ചുമതല ഏറ്റെടുത്ത അദ്ദേഹത്തെക്കുറിച്ച് അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നുമില്ല. അദ്ദേഹം ഒരു ലോ പ്രൊഫൈൽ വ്യക്തിയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഗോവയിലെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണ്ടത്ര ഫലപ്രദമായിട്ട് എത്തിക്കാൻ അദ്ദേഹത്തിന് പോരാതെ വന്നിട്ടുണ്ടാകാം എന്നേ എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ UP-യിലെയും ഉത്തരാഖണ്ഡിലെയൊക്കെ വിജയം BJPക്ക് കേരളത്തിൽ ഏത് രീതിയിലായിരിക്കും ഗുണകരമാകുക? പലതരത്തിലും ഗുണകരമാവും. ഒന്ന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് UP-യും ഉത്തരാഖണ്ഡിനേക്കാൾ കൂടുതൽ, ഉദാഹരണത്തിന് ഹരിയാനയിൽ BJP ഒരിക്കലും പ്രധാന പ്രതിപക്ഷം പോലും ആയിട്ടില്ലാത്ത പാർട്ടിയാണ്. ഹരിയാനയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വന്നപ്പോൾ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 3-4 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് ഭൂരിപക്ഷത്തിലേക്ക് വരുന്നത്.
മണിപ്പൂരിൽ BJP ഒരു ഗണ്യമായിട്ടുള്ള ശക്തിയായിട്ട് പോലും ഒരിക്കലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സീറോവിൽ നിന്ന് ഭരണത്തിലേക്ക് എന്നുള്ളൊരു സാഹചര്യം മണിപ്പൂരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിനും ഒരു 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 എന്താ ഒരു ചൂണ്ടുപലകയാണ്. കേരളത്തിലെ BJPക്ക് പ്രതീക്ഷ പകരുന്നു. കേരളത്തിലെ BJPക്കും കേരളത്തിലെ ജനങ്ങൾക്കും. കാരണം കേരളത്തിൽ BJP ജയിക്കാതിരുന്നത് BJPയെ പിന്തുണക്കുന്ന ആളുകൾ വളരെ കുറവായതുകൊണ്ടല്ല. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ നടത്തിയിട്ടുള്ളൊരു പ്രചരണമുണ്ട്. അതായത് BJP ഏതായാലും നിങ്ങളുടെ സ്ഥാനാർത്ഥിയൊക്കെ നല്ല സ്ഥാനാർത്ഥിയായിരിക്കും, പക്ഷേ അദ്ദേഹം ജയിക്കില്ല. അപ്പോൾ ജയിക്കാത്തത് കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണ്ട, വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ വോട്ട് വെറുതെയാവും. പക്ഷേ കേരളത്തിൽ BJPക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് ഒ രാജഗോപാൽജിയുടെ വിജയത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമല്ല നിരവധി സീറ്റുകളിൽ ഇതുപോലെ ജയിക്കാമെന്ന് നാളെ ആലോചിക്കാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരും ജയിക്കില്ല എന്നാണല്ലോ അതുകൊണ്ട് പ്രചരണം നടത്തിയത്. പക്ഷേ ഒ രാജഗോപാലിൻ്റെ വിജയം ഒരു അർത്ഥത്തിൽ അതൊരു വ്യക്തിപ്രഭാവത്തിൻ്റെ വിജയം കൂടി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ AK ആൻ്റണി അടക്കമുള്ള ആളുകൾ എന്തിനാണ് പറഞ്ഞത് രാജഗോപാൽ അടക്കം ആരും ജയിക്കാൻ പോകുന്നില്ല, നിങ്ങൾ സന്ദർശക പാസ് എടുത്തിട്ട് കയറേണ്ടി വരുന്നു? അല്ല, തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ഒ രാജഗോപാൽജി മത്സരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു വോട്ട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു വോട്ട് എന്നുള്ള നിലയിൽ കിട്ടുന്നുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ അരുവിക്കരയിൽ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അരുവിക്കരയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാത്ത വോട്ട് അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം രാജഗോപാൽജി കിട്ടുന്ന വോട്ട് അല്ല, പക്ഷേ രാജസേന അതിൽ അത്ര താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ വോട്ട് കിട്ടിയില്ല. അല്ല, രാജസേന കിട്ടിയില്ല. കാരണം ആ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം വരെ അതിന് മുമ്പത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള അരുവിക്കരയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, ആ മുന്നേറ്റം വളരെ വലിയ മുന്നേറ്റമാണ്. കാരണം രാജഗോപാൽജിയുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാവരും അവിടെ ചെന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ട് കിട്ടിയ വോട്ട് അതിനേക്കാൾ വോട്ട് ഏതാണ്ട് സംസ്ഥാന നേതാക്കന്മാരുടെ ആരുടെയും ശ്രമം ഇല്ലാതെ തന്നെ അവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. UPയിലെ വിജയം നോക്കിക്കഴിഞ്ഞാൽ അവിടെ BJP ആ സംസ്ഥാനത്ത് പ്രയോഗിച്ച ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജി. പക്ഷേ കേരളത്തിൽ അത് പരീക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ BJPക്ക്. കേരളത്തിലും ഉണ്ടല്ലോ. കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ദേശീയ ജനാധിപത്യ സഖ്യം ഉണ്ടായി. ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ കൂടെ ചേർന്ന പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ BDJS ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. PC തോമസിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി, പ്രത്യേകിച്ച് റബ്ബർ കർഷകരും അതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വന്നു. CK ജാനുവിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ആദിവാസികളുടെയും ഒക്കെ താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. BDJSനെ കുറിച്ച് പറയുമ്പോൾ BDJSനകത്ത് രണ്ട് ധാരകളുണ്ട്. ഒന്ന് ഈ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഒരു ധാരയുണ്ട്, അതേസമയം പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ഒരു ധാരയുണ്ട്. അപ്പോൾ ഈ ധാരകളൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയെ ഇത്രയും കാലം മറ്റുള്ളവർ നടത്തിയിരുന്ന പ്രചരണം ഇതൊക്കെ BJPക്ക് തൊട്ടുകൂടാൻ പറ്റാത്ത ആൾക്കാരാണെന്നാണ്. അങ്ങനെ അല്ല എന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഇനി വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഈ ഒരു ശ്രമം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. ഇപ്പോൾ BDJSൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ BDJSോട്ടൊരു തെരഞ്ഞെടുപ്പ് സഖ്യം എന്നുള്ളതിനപ്പുറം ആ ഒരു മൂവ്മെൻറ്റ്, ഇപ്പോൾ ആ ഒരു സഖ്യം കഴിഞ്ഞ ഒരു വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള കാലം എടുത്ത് നോക്കിയാൽ എന്ത് മൂവ്മെൻറ്റാണ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത് ഈ സഖ്യം? അല്ല, അതിൻ്റേതായിട്ടുള്ള ചില ബാലാരിഷ്ടതകൾ ഉണ്ടെന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഈ മുന്നണി രാഷ്ട്രീയം BJPക്ക് പുതിയതാണ്. BDJS ഒരു പുതിയ പാർട്ടിയാണ്. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾക്കും ആ പാർട്ടികളുടേതായിട്ടുള്ള അവരനുഭവിക്കുന്ന അവരുടേതായിട്ടുള്ള ചില ബാലാരിഷ്ടതകളുണ്ട്. ആ ബാലാരിഷ്ടതകളുടെ ചില പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അതിനപ്പുറത്ത് ഞങ്ങൾ തമ്മിൽ ആശയപരമായിട്ടുള്ള ഭിന്നിപ്പൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ BJP തൊടാൻ പറ്റാത്ത പാർട്ടിയാണ് എന്ന് BDJSന് അവരോടുള്ള പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാവില്ല. സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള കലഹമേ ഉള്ളൂ. അങ്ങനെയല്ല. ഒരു ഭരണം എന്ന് പറയുമ്പോൾ സർക്കാരിൽ, കാരണം അധികാരം എന്ന് പറയുന്നത് സ്ഥാനം മാത്രമല്ല, അതൊരു ജനവിഭാഗത്തിന് കൊടുക്കുന്ന അംഗീകാരം കൂടിയാണ്.
അതിന് ഞാനൊരു ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സ്ഥാനമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം BDJSലെ കുറച്ച് ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ BDJSനും അതനുസരിച്ചിട്ടുള്ളൊരു അംഗീകാരം കിട്ടണം. അങ്ങനെയാണല്ലോ ജനങ്ങളുടെ ഇടയിൽ ആ അംഗീകാരത്തിൻ്റെ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. കാരണം BJP മാത്രം വളർന്നാൽ മതി എന്നൊന്നും ഞങ്ങളാരും ആലോചിച്ചിട്ടില്ല. കേരളത്തിൽ BDJSും വളരണം, CK ജാനുവിൻ്റെ നേതൃത്വത്തിലെ പാർട്ടിയും വളരണം, PC തോമസിൻ്റെ പാർട്ടിയും വളരണം. ഇതെല്ലാവരും കൂടി ചേരുമ്പോഴാണ് BJPയുടെ ശക്തി വർദ്ധിക്കുക. അല്ലാതെ BJP വളരണം, ബാക്കിയെല്ലാവരും അവിടെ നിന്നോട്ടെ എന്നൊന്നുമില്ല. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുന്നത് BJPയുടെ കേരള ഘടകം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നാണ്. അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകൾക്കും ഞാൻ മറുപടി പറയില്ല. അദ്ദേഹം വളരെ മുതിർന്നൊരു പൊതുപ്രവർത്തകനാണ്. കേരളത്തിലെ വലിയൊരു ജനവിഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു സമുദായത്തിൻ്റെ എന്നുള്ള നിലയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പാർട്ടികളിലും പെടുന്ന ആളുകൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കിനും ഞാൻ മറുപടി പറയാൻ മുതിർന്നു കഴിഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള രീതിയായിരിക്കില്ല. ഞാനതിന് മറുപടി പറയില്ല. പിന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചതിൻ്റെ വാക്കുകളെ അല്ല ഞാൻ കാണുന്നത്, ആ വികാരത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. അത് അംഗീകരിക്കേണ്ടതാണെന്ന്. ആ വികാരത്തെ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നു. ആ വികാരം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വികാരം മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയൊരു ജനവിഭാഗം, പാർട്ടിക്കകത്തും പുറത്തുമുള്ളൊരു ജനവിഭാഗം, ആ ജനവിഭാഗത്തിൻ്റെ വികാരമാണ്. അത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഉൾക്കൊള്ളും. കാരണം അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളാണ് നരേന്ദ്രമോദിയും അമിത്ഷാജിയും. അതുകൊണ്ട് അവർക്ക് ഇത് മനസ്സിലാകാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ഈ വികാരത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതാണ് ആലോചിക്കാൻ വന്നതിനെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് പകരം ആ വികാരം ഉൾക്കൊള്ളുന്ന ആളുകളായതുകൊണ്ട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അത് ഉൾക്കൊള്ളും. അതിന് വേണ്ട തുടർ നടപടികൾ കേരളത്തിലെ ഘടകത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അപ്പോൾ BJP BDJS സഖ്യം വളരെ ശക്തമായി തുടരും. തീർച്ചയായിട്ടും തുടരും. എനിക്ക് അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയും BDJSും ഒക്കെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു മുന്നണി തന്നെയായിരിക്കും കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പേരിലുണ്ടാവും. ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ ഒരു പകുതിയോളം വരുന്നത് ഇവിടുത്തെ ദളിത് ന്യൂനപക്ഷങ്ങളാണ്. പക്ഷേ BJPക്ക് അതിലൊരു മൈക്രോസ്കോപ്പിക് വിഭാഗത്തിൻ്റെ പിന്തുണയുള്ളൂ. പിന്നെ എങ്ങനെ BJP ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റും? അല്ല, അതിൽ ഈ ന്യൂനപക്ഷങ്ങൾ BJPയിൽ ഇല്ല എന്ന് പറയുമ്പോൾ BJPയുടെ തെറ്റാണോ അതോ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സങ്കോചമാണോ എന്നുള്ളതാണ്. ഞങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്തണം. ഞങ്ങളങ്ങനെ ഒരു തരത്തിലും അവരോട് വിവേചനം കാണിച്ചിട്ടില്ല. ന്യൂനപക്ഷങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ന്യൂനപക്ഷങ്ങളും അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് കോൺഗ്രസും CPM-ഉമാണ്. അവർ എല്ലാ കാലത്തും അക്കാര്യത്തിൽ അവർ ഒരുമിച്ചാണ്. അതുകൊണ്ട് അവർ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഞങ്ങളെക്കുറിച്ച് നടത്താവുന്ന ഏറ്റവും വലിയ ആരോപണം ആ തെറ്റിദ്ധാരണ നീക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരെ ആകർഷിക്കാൻ. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുള്ളൊരു നിലപാട്, ഈ ആരെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരോട് ഒരു പ്രത്യേക സമീപനം അത് ഞങ്ങൾ എടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവർക്കും ഒരേപോലെ തുല്യനീതി ഉറപ്പുവരുത്തുക. ആ തുല്യനീതിയിൽ ആർക്കും എതിരായിട്ടും വിവേചനമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. ഇതാണ് ഞങ്ങളെടുത്തിട്ടുള്ള നിലപാട്. അതുകൊണ്ട് മുസ്ലിം സമുദായം വരാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം സംസ്ഥാന പ്രസിഡന്റ് വരട്ടെ എന്നോ അല്ലെങ്കിൽ ഒരു ജനറൽ സെക്രട്ടറി വരട്ടെ എന്നോ അല്ല. BJPയിലേക്ക് വരുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന ഏതൊരാളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷേ അയാൾക്ക് ഇവിടെ കൺസെഷൻ ഒന്നും കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല. അയാൾ ബാക്കിയുള്ളവരെ പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവും. അയാളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള സംഭാവനകൾ അർപ്പിക്കാം. സ്വാഭാവികമായും അയാൾക്ക് പാർട്ടിയിൽ അംഗീകാരം കിട്ടും. ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയിൽ, നമ്മുടെ സെൻട്രൽ വഖഫ് കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് BJPയുടെ ഒരു നേതാവാണ്, മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആൾ മെമ്പറാണ്. UPയിലെയും മറ്റും വിജയം കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു ആശങ്ക പരത്തിയിട്ടുണ്ട്. അവരുടെ സ്ഥിതി എന്താവും എന്നുള്ള ഒരു പേടി. ഇത് മാറ്റിയെടുക്കാൻ BJP എന്തായിരിക്കും ചെയ്യുന്നത്? അല്ല, അത് പൂർണ്ണമായിട്ടും ആ പറഞ്ഞത് ശരിയല്ല. കാരണം ഇത് രണ്ടും രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. മുസ്ലിം ക്രൈസ്തവ ഒരു ബ്രാക്കറ്റിനകത്ത് ഇടേണ്ടതാണെന്ന് എനിക്ക് അഭിപ്രായം. ക്രൈസ്തവർ കുറേ കൂടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ക്രൈസ്തവ സമൂഹം ഉത്തർപ്രദേശിലെ വിജയത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. കേരളത്തിലെ നിരവധി സഭാ നേതാക്കന്മാർ, മേധാവികൾ
അവർ പലപ്പോഴും എന്നോട് വ്യക്തിപരമായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായം, ഈ രണ്ട് മുന്നണി മാറി മാറി ഭരിക്കുന്ന കേരളത്തിലെ സാഹചര്യം കേരളത്തിൻ്റെ പുരോഗതിക്ക് ഗുണമല്ല എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ ഇത് രണ്ടിലേതെങ്കിലും ഒന്നിനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ഓപ്ഷനായിട്ട് ബി ജെ പി വരുമ്പോൾ 3-1 ബി ജെ പിയെ കണക്കാക്കാൻ അവർക്ക് മടിയൊന്നുമില്ല. ഇപ്പോൾ ഗോവയിൽ ഇത്തവണ 13-ൽ 7 സീറ്റ് ക്രൈസ്തവരാണ്, കത്തോലിക്ക. അവിടെ ഒരു മെജോറിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ്, മെജോറിറ്റി കേരളം പോലെയുള്ള സാഹചര്യം വലിയ എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയേക്കാൾ കൂടുതലാണ് അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ അതേസമയം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ പ്രശ്നമുണ്ട്. അല്ല, അവർക്കുള്ള ആശങ്ക കൂട്ടുന്നതിനുള്ള ഒരു കാരണം 403 അംഗ UP നിയമസഭയിൽ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മുസ്ലിം പോലും ഇല്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ അധര വ്യായാമത്തിൽ വിശ്വസിക്കുന്നില്ല. അത് ശരിയാണോ ആ ഒരു കാഴ്ചപ്പാട്? അല്ലല്ല, ആ കാഴ്ചപ്പാട് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതിലേക്ക് ഞാൻ വരാം. ഇത്രയും കാലം മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്ത ആൾക്കാർ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും അതുപോലെ ആ സംസ്ഥാനത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തിയിട്ടുള്ള ആളുകൾക്ക് ബംഗാളിൽ CPM-നെതിരായിട്ടുള്ള കുറ്റാരോപണമാണ്. അതൊരു കുറ്റപത്രമാണ്. അതെ, 45 കൊല്ലം 50 കൊല്ലം 47 തൊട്ട് 2004 വരെ ഉള്ള 57 കൊല്ലക്കാലം ഭരണം നടത്തിയിട്ട് ഇന്ത്യയിലെ ഒരു സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവരുടെ വോട്ട് വാങ്ങിയിട്ട്, ഞങ്ങൾ അവരുടെ പേര് പറഞ്ഞിട്ട് വോട്ടൊന്നും വാങ്ങിയിട്ട് വന്നിട്ടില്ല. പക്ഷേ അവരുടെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങി വന്ന ആൾക്കാർ അവരോട് ചെയ്തിട്ടുള്ള കൊടുംചതി, ആ കൊടുംചതിയുടേതാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. അത് ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതേ സമയത്ത് ഞങ്ങളിത് പറയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ 52 ലക്ഷം കുടുംബങ്ങളിലാണ് ഉജ്ജ്വല പദ്ധതിയുടെ ഭാഗമായിട്ട് സൗജന്യ നിരക്കിൽ ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുള്ളത്. ആ ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല 19% അല്ല, അതിൽ കൂടുതൽ ശതമാനം മുസ്ലിം സമുദായത്തിൽ. പക്ഷേ ഞങ്ങളും അവരും എന്ന് വേർതിരിക്കേണ്ടതുണ്ടോ? അല്ല, ഞങ്ങൾ അവരെന്ന് പറഞ്ഞത് ഞാൻ പാർട്ടിയിൽ തരത്തിലാണ് പറഞ്ഞത്. അതെ, അല്ല, മുസ്ലിം എന്നുള്ള സമുദായമാണ്. ഞങ്ങൾ മുസ്ലിം സമുദായത്തെ ഞങ്ങൾ അവരായിട്ട് ഒരു സംസ്ഥാനത്ത് 19% വരുന്ന ഒരു ജനസംഖ്യയുള്ള ഒരു സമുദായത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തറിയോ, വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ഒരു സ്ഥാനാർത്ഥി പോലും വിജയിക്കാൻ സാധ്യത. വിജയിക്കാൻ BJP-യിൽ ഇപ്പോൾ ഉദാഹരണത്തിന് രാംപൂരിൽ നേരത്തെ മുക്തർ അബ്ബാസ് നഖ്വി സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു. അടുത്ത തവണ വന്നപ്പോൾ അദ്ദേഹം BJP ആയതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് എല്ലാവരും ഒരുമിച്ച് നമുക്ക് തോപ്പിച്ചു. അപ്പോൾ BJP-യിലെ മുസ്ലിമിനെ ജയിപ്പിക്കരുത് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, അദ്ദേഹത്തിന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതായത് 403 പേരിൽ ഒരാളെപ്പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് നിർത്തരുത് എന്ന് പാർട്ടിയുടെ പോളിസിയല്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് പരിശോധിക്കുമ്പോൾ ഉത്തർപ്രദേശ്, കേരളം പോലുള്ളൊരു സംസ്ഥാനത്താണ് ഞങ്ങൾ നിർത്തുന്നുണ്ട്. കാരണം കേരളത്തിലെ പല സീറ്റുകളും ജയിക്കാത്ത സീറ്റുകളാണ്. ഉത്തർപ്രദേശിൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ നിർത്തുന്നു എന്നിരിക്കട്ടെ, അത് ബാക്കിയുള്ളവർ ചെയ്യുന്ന അതേ രീതി തന്നെ ഞങ്ങളും എടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ നിർത്തുക, തോക്കുക, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ജയസാധ്യത എന്നുള്ളൊരു ഘടകം വെച്ചിട്ട് BJP പ്ലേ ചെയ്ത ഒരു കമ്മ്യൂണൽ കാർഡ് തന്നെ ആരെങ്കിലും ആരോപിച്ച കുറ്റം പറയാം? ഇല്ല, അതല്ല. വാസ്തവത്തിൽ അതിനുള്ള പരിഹാരം മുസ്ലിം സമുദായം ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിച്ചുകൊണ്ട് BJP-യിലേക്ക് വരിക, ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുക. ഞങ്ങൾ അവർക്ക് അംഗീകാരം കൊടുക്കും, സീറ്റ് കൊടുക്കും, പദവി കൊടുക്കും, എല്ലാം കിട്ടും. അല്ല, ഞങ്ങളാരും നിങ്ങളുടെ പാർട്ടിയിൽ വരില്ല, പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് സീറ്റ് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകറ്റി നിർത്തുന്നു എന്നുള്ളൊരു ആശങ്ക. ഇപ്പം ഞാൻ അകറ്റി നിർത്തുന്ന ആശങ്കയല്ല, കേരളത്തിൽ ഉൾപ്പെടെ മുസ്ലിം സമുദായത്തിലെയും അതുപോലെ ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാ പാർട്ടിയിലും പ്രാതിനിധ്യം വരണം. നിങ്ങൾ ഏത് പാർട്ടിയിലാണ് വരേണ്ടത്? നിങ്ങൾ ആ പാർട്ടിയിൽ വാ. പാർട്ടിയിൽ വരാതെ നിങ്ങൾക്ക് എങ്ങനെ സീറ്റ് കിട്ടുക? അല്ല, പക്ഷേ അവരെങ്ങനെ പാർട്ടിയിലേക്ക് വരും? ഇപ്പോൾ കേരളം എടുത്തു കഴിഞ്ഞാൽ UP പോലെ 402 ഉള്ളിടത്ത് പോലും പരിഗണനയില്ല, പിന്നെ 150 കേരളത്തിൽ അങ്ങനെ പരിഗണനയില്ലാത്ത വന്നു കഴിഞ്ഞിട്ട് പരിഗണനയില്ലാതിരിക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. പുറത്ത് നിന്നിട്ട് പരിഗണനയില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP-യുടെ മുന്നണി വിപുലീകരിക്കാനായിട്ടുള്ള നീക്കം വല്ലതും ഉണ്ട്? ഞാൻ ചോദിക്കാൻ കാര്യം, KM മാണി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഗ്രൂപ്പ് UDF വിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ പറഞ്ഞു കേട്ട് BJP-യോട് സഹകരിച്ചേക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു, പക്ഷേ ഒന്നും ആയിട്ടില്ല. എന്താണ് പാർട്ടിയുടെ ലക്ഷ്യം? അല്ല, BJP-യെ സംബന്ധിച്ചുള്ള അടുത്ത തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അതിൽ ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് സമയമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി 2 വർഷം
വളരെ കൃത്യമായിട്ടുണ്ട്. അതെ, ഇതിപ്പോൾ മാർച്ച് മാസമാണ്, 2017 മാർച്ച്. 2019 മാർച്ചിലെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടക്കുള്ളൂ. ഇപ്പോഴേ നമ്മൾ സഖ്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ജയിക്കാൻ പറ്റുന്ന ഒരു മുന്നണി സംവിധാനം ഉണ്ടാവുക. അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJPയുടെ പാർലമെൻറ്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞത് അത് ഇതുമായിട്ട് താരതമ്യമില്ല, എനിക്ക് വിശ്രമമില്ല, ബാക്കിയുള്ളവർ വിശ്രമിക്കരുതെന്ന്. അത് പാർട്ടിക്കും ബാധകമല്ലേ, വിശ്രമമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത്? ഞങ്ങൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കും. അതിനർത്ഥം KM മാണിയുടെ പാർട്ടി ഇപ്പം വരണമെന്നല്ലല്ലോ. അല്ല, KM മാണിയുടെ പാർട്ടി ഇപ്പോൾ ഒരു മുന്നണിയിലും ചേർന്നിട്ടില്ല. അതിനർത്ഥം അദ്ദേഹത്തിന് ഈ 3 മുന്നണികളിൽ എവിടെയും ചേരാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നിലനിർത്തുന്നു എന്നാണ്. ഞങ്ങളത് ഇപ്പം തന്നെ അദ്ദേഹത്തോട് ശ്രമം നടത്തി പിന്നെ പകുതിയായി അപ്പുറത്തായി ഇപ്പുറത്തായി അതിന് പോകേണ്ട കാര്യമില്ലല്ലോ. മാണി ഉൾപ്പെടെ ആര് വന്നാലും സ്വാഗതം. ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന പാർട്ടികൾ, ആ പാർട്ടികൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വാഗതം ചെയ്യില്ല. ഇല്ല, മുസ്ലിം ലീഗുമായിട്ട് സഹകരിക്കാനും തയ്യാറില്ല. ഇപ്പോൾ അങ്ങനെ അല്ല, മുസ്ലിം ലീഗുമായിട്ട്, കാരണം PDP-യോട് സഹകരിച്ചില്ലേ? PDP മുസ്ലിം ലീഗും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജനത്തിന് കൂട്ടുന്ന പാർട്ടിയാണ്, PDP അങ്ങനത്തെ പാർട്ടിയല്ല. അതുകൊണ്ട് മുസ്ലിം ലീഗുമായിട്ട് ഒരു വിട്ടുവീഴ്ച. മുസ്ലിം ലീഗുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗുമായിട്ടും CPM-ഉമായിട്ടും ആശയപരമായിട്ടുള്ള ധാരാളം ഭിന്നതകളുണ്ട്. കോൺഗ്രസുമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകളുണ്ട്. ഈ 3 ഒഴിച്ചുള്ള മറ്റാരുമായിട്ടും ഞങ്ങൾക്ക് സഹകരിക്കാം.